സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും, ലൈവായിട്ട് കേൾക്കാൻ കഴിയാത്ത ആൾക്കാർ കേൾക്കുന്നവരെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടും ഓർത്തുകൊണ്ടും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും നിങ്ങളൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതവും ആശംസിക്കുന്നു. ഇത്രയും നേരം പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധിപ്പാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരനുഗ്രഹം, നിങ്ങൾക്കൊരാശ്വാസം, ഒരു വിടുതൽ, ഒരു പ്രത്യാശയുടെ യാത്ര ലഭ്യമാകട്ടെ എന്ന ആഗ്രഹത്തോടു കൂടെ വീണ്ടും പുതിയ വർഷത്തിൽ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ മുന്നേറാൻ ദൈവം ഒരുക്കട്ടെ, സഹായിക്കട്ടെ, ആത്മാവ് എന്നോടെ നിയന്ത്രിക്കട്ടെ. നമ്മൾ 3 പേർ ഒരുമിച്ചുള്ള അന്ത്യയാത്രാമൊഴി കേൾക്കാതിരിക്കരുത് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കഴിഞ്ഞ ഒരു എപ്പിസോഡ് പറയുവാൻ കാരണമായി. അതിന് സമാപനം എന്ന നിലയ്ക്ക് ഇന്ന് അവിടേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ അതിൻ്റെ ആമുഖം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കുറ്റവാളികളെ തൂക്കി കുരിശിൽ തറച്ച് കൊല്ലുന്ന ഒരിടമായ കാൽവറിയിലേക്ക് ദൈവവചനമാകുന്ന ആ പാലം വഴി അവിടെ പോയി നിന്നിട്ട് ഈ 3 ക്രൂശുകളെ നമുക്കൊന്ന് കാണാം. 3 വ്യക്തികളെയും കാണാം. 3 കുരിശ്, 3 വ്യക്തികൾ, 3 കുഴിയിലവരെ നാട്ടുന്നു. അവർ ഉയർന്ന ക്രൂശിന്മേൽ തറച്ചപ്പെട്ടവരായി കിടക്കുന്നു. അത് 3 ആണികളിൽ. ഇത് വലിയൊരു ചരിത്ര സംഭവം അല്ലെങ്കിൽ വലിയൊരു മാർമികത അതിന് പുറകിലുണ്ടെങ്കിലും അതിലുപരിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ ആ യാത്രാമൊഴി മാത്രം, യാത്രാമൊഴി എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള യാത്രാമൊഴി, അതുമാത്രം പറയാൻ താല്പര്യമെടുക്കുകയാണ്. 2ാമത്തെ വ്യക്തിയുടെ 2ാമത്തെ മൊഴി, 1ാമത്തെ വ്യക്തിയുടെ മൊഴിയും കേട്ടു. 2ാമത്തെ വ്യക്തിയുടെ അവനോടുള്ള 1ാമത്തെ ആലോചന, സന്ദേശം അല്ലെങ്കിൽ അവൻ്റെ മൊഴിയും കേട്ടു. ഇന്ന് 2ാമത്തെ വ്യക്തിയുടെ 2ാമത്തെ മൊഴിയും യേശു തമ്പുരാൻ്റെ പ്രതികരണവും. ഇന്നത്തെ ചിന്ത അതാണ്. ആ ക്രൂശിലെ ചിത്രം, ആ സീൻ, ആ രംഗം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ ആ വാക്യം 42 വരെ 43 വരെ വായിക്കാം. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, 2 പേർ 2 തരത്തിൽ സംസാരിക്കുന്നു ഒരേ കാര്യത്തെ സംബന്ധിച്ച്. 3ാമത്
ഒരു വ്യക്തി മിണ്ടുന്നില്ല. അവിടത്തേക്ക് മിണ്ടണമെങ്കിൽ അവിടത്തോട് എന്തെങ്കിലും പറയണം, അവിടത്തോട് എന്തെങ്കിലും ചോദിക്കണം, എന്നാലേ സാധ്യമാകൂ. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് എത്ര സുപരിചിതമാണെന്ന് പറഞ്ഞാലും ശ്രദ്ധിപ്പീൻ. വഴിയരികിൽ വീണ വിത്ത് പോലെ ആകാതെ പ്രാർത്ഥനയോടെ ശ്രദ്ധിപ്പീൻ. പാറപ്പുറത്ത് വീണ വിത്ത് പോലെ ആകാതെ പ്രാർത്ഥനയോടെ ശ്രദ്ധിപ്പീൻ. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ആകാതെ ജാഗരിച്ചുകൊണ്ടിരിപ്പീൻ. രണ്ടാമത്തേവൻ ഒന്നാമത്തവനോട് പറഞ്ഞ ഒരു മൊഴി, രണ്ടാമത്തവൻ നടുവിൽ നിൽക്കുന്ന യേശുവിനോട് പറഞ്ഞൊരു മൊഴി, ഇത് രണ്ടും ഒന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അതായത് കുറ്റവാളിയായ മറ്റവനോട് പറഞ്ഞ മൊഴി നമ്മൾ കേട്ടു. ഈ യേശുവിനോട് എന്താ പറയുന്നതെന്ന് തൊട്ടുവെച്ചു. അത് അവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു കൊള്ളണമേ. അവനോടിവിടെ ആരും സന്ദേശമൊന്നും പറഞ്ഞില്ല. ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നും യേശു ആരാണെന്നും യേശുവിൻ്റെ അടുത്ത പ്രോഗ്രാം എന്താണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞ് കേൾപ്പിച്ചില്ല. പക്ഷെ അവനൊരു കാര്യം അറിഞ്ഞിരുന്നു, യേശു ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ മറ്റവനോട് ചോദിച്ചു, നീ ഇതുവരെ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഇവൻ അരുതാത്തൊന്നും ചെയ്യാത്ത അരുമനാഥനെ നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു, ഇവനും അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. യേശുവിൻ്റെ നാളുകളുടെ തുടക്കം മുതൽ അന്ത്യയാത്രയുടെ സമയം വരെ പീലാത്തോസിൻ്റെ ഭാര്യ ഉൾപ്പെടെ, മനസ്സോടിൽ അല്ലാതെയാണെങ്കിലും പീലാത്തോസ് ഉൾപ്പെടെ പറഞ്ഞു, ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. കോടിക്കണക്കിന് ഭക്തന്മാർ പറയുന്നു, യേശു അരുതാത്ത് ചെയ്തതല്ല. പിതാവിൻ്റെ നിർണയപ്രകാരവും ഈ ലോകം അവന് കൊടുത്ത ഈ സമ്മാനം, ഈ ക്രൂശീകരണവും പീഡനവും വിലാപ്പുറം അടിച്ചു പൊളിച്ചതൊക്കെ അത് നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന് പകരമായിട്ടാണ്. അഥവാ ഭക്തന്മാർക്കത് മനസ്സിലായി. അവർ യേശുവിനെ മറ്റേതോ ഒന്നിനേക്കാൾ ഉപരിയായി ഭൂതലത്തിലുള്ള ഒന്നിനേയും സമാന്തരപ്പെടുത്താൻ കഴിയാതെ വണ്ണം ആഴമായി സ്നേഹിച്ച് അവൻ്റെ വചനം ശുശ്രൂഷിച്ച് അവൻ്റെ സഭയിൽ നിലനിന്ന് അവൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത കോടിക്കണക്കിന് ഭക്തന്മാർ മരണമെന്ന തെരിശിലേക്ക് അപ്പുറം നോക്കി നിൽക്കുന്നുണ്ട്, യേശുവിൻ്റെ വരവിൽ നോക്കി. സ്തോത്രം. അപ്പം അതുകൊണ്ട് അതിൽപ്പെട്ട ഒരാളുമാണ് ഞാൻ എന്നതിൽ ഇവൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവൻ യേശുവിനെ അറിയാമായിരുന്നു. രണ്ടാമത്തത്, ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. മൂന്നാമത്തത്, യേശു വീണ്ടും വരുമെന്ന് അവൻ വിശ്വസിക്കുന്നു. നാലാമത്തത്, യേശു രാജ്യത്വം പ്രാപിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അഞ്ചാമത്തത്, യേശുവിനോട് പരദേശയിലിരിക്കാൻ ദാഹമുണ്ടായിരുന്നു. ഈ 5 ഗുണങ്ങൾ അവനിൽ കാണാം. നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും ഈ എപ്പിസോഡ് തുറന്ന് നോക്കാം. എങ്ങനെ? യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം. ആ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കോടിക്കണക്കിന് ആൾക്കാർ ദൈവമില്ലാതെ അഥവാ ആത്മരക്ഷ പ്രാപിക്കാതെ നിത്യാഗ്നിയിലേക്ക് പോകുമ്പോൾ ഞാൻ ദൈവത്തെ മുൻനിർത്തി ആണയിട്ട് പറയുന്നു, ഞങ്ങളൊക്കെ ദൈവത്തോട് അവർക്ക് വേണ്ടി നിലവിളിക്കുന്നവരാണ്. അവരെൻ്റെ കുടുംബക്കാരും പലരുണ്ട്, അതുപോലെ എൻ്റെ ബന്ധുക്കാർ, ചാർച്ചക്കാരായിരിക്കുന്ന രക്തബന്ധത്തിൽപ്പെട്ടവരുണ്ട്. ഒരിക്കൽ പൗലോസ് പറഞ്ഞു, എൻ്റെ ജഡപ്രകാരമുള്ള ചാർച്ചക്കാർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപക്രിസ്തനാവാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്താണ് വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? അവരില്ലാത്ത ദൈവരാജ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, കർത്താവെ അവരെ രക്ഷിക്കണമേ, അവരെ അഗ്നിതടാകമായ നരകത്തിലേക്ക് പോകല്ലേ, അവർ നശിച്ചു പോകല്ലേ കർത്താവെ. അതാണ് പറഞ്ഞത്, എൻ്റെ ജഡപ്രകാരമുള്ള ചാർച്ചക്കാർക്ക് വേണ്ടി ക്രിസ്തുവിനോട് വേർപെട്ടാൽ ശാപക്രിസ്തനാകാൻ എനിക്ക് മനസ്സാണ്. സാധ്യമാകില്ലെന്ന് എനിക്കറിയാം. അത് ദൈവനിയമത്തിൽപ്പെട്ട കാര്യമല്ല. അവൻ്റെ മനസ്സിൻ്റെ ഭാരം തുറന്ന് പങ്കുവെച്ചതാണ് റോമാലേഖനം 9:1. അതുകൊണ്ട് ഞാനും പറയുന്നു, ഈ സ്നേഹത്തിൻ്റെ നിർബന്ധം, ഈ ആത്മാവിൻ്റെ നിയോഗം, തള്ളൽ
നിമിത്തമായി പലപ്പോഴും ഞങ്ങൾ വാവിട്ട് കരയുന്നു. കരയുന്നവൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് അവൻ അറിയുന്നില്ല. ഒരു വശത്ത് കിടന്നവൻ ദുഷിച്ചു, മറുവശത്ത് കിടന്നവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചവൻ രക്ഷ പ്രാപിച്ചു, ദുഷിച്ചവനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവൻ അഗ്നിതടാകത്തിലേക്ക് പോകുന്നിടത്താണ് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഇവിടെ യേശുവിനോട് ഇവൻ പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ. യേശുവിൻ്റെ പ്രതികരണം കേട്ടിട്ടേ ഇനി തുടരാൻ പറ്റൂ. ഒടുവിൽ അത് ശരിക്കും പറയാൻ അവസരം കിട്ടാതെ പോയാൽ ശരിയല്ല. അതുകൊണ്ട് യേശു എന്ത് മറുപടിയാണ്, എന്ത് പ്രതികരണമാണ് ചെയ്തത്? വായിക്കാം. ലൂക്കോസ് സുവിശേഷം 23:39 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യേശു എന്താണ് പറഞ്ഞത്? അതിന് യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ബുദ്ധിക്ക് ഒക്കുമോ ഇത്? ചിന്തയ്ക്ക് ഒക്കുമോ ഇത്? പരിചയത്തിന് ഒക്കുമോ? പാരമ്പര്യത്തിന് ഒക്കുമോ? നമ്മുടെ വീക്ഷണത്തിന് ഒക്കുമോ? ഇല്ല. അതാ മറുപടി. എനിക്ക് ഒക്കുകയില്ല. പക്ഷേ എങ്ങനെയും അറിയാതെ കുറ്റവാളിയായി ക്രൂശീകരണത്തിൽ വന്നു. ഇതൊക്കെ ശരിയാണ്. അറിഞ്ഞോ അറിയാതെ ആയാലും എനിക്കറിയും കൂടാ. പക്ഷേ അവന് ദൈവഭയമുള്ളവനായിരുന്നു. അവൻ യേശുവിനെ അംഗീകരിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. രാജ്യത്വം പ്രാപിച്ച് വരുമെന്ന് അവൻ അറിയാമായിരുന്നു. യേശുവിനെ കൂടാതെ ആത്മരക്ഷയില്ലെന്ന് അവനറിയാമായിരുന്നു. എന്നിൽ വിലപ്പെട്ടൊരാത്മാവുണ്ടെന്നും ഈ ലോകത്തിലെ സർക്കാരിന്, ലോകത്തിലെ കോടതിക്ക് എന്നെ മരണം വരെ ശിക്ഷിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ആത്മാവിനെ തൊടാൻ അവർക്ക് പറ്റുകയില്ലെന്ന് ഈ മനുഷ്യനറിയാമായിരുന്നു. നിങ്ങൾക്കതറിയാമോ? അതറിയാമോ? ഞാനിത് ചോദിക്കുന്നതും പറയുന്നതേ നിങ്ങളെ കണ്ടിട്ടല്ല, നിങ്ങളെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുമല്ല, നിങ്ങളിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുമല്ല. മറിച്ച് നിങ്ങളിൽ ഈ എൻ്റെ TV പ്രോഗ്രാം കേട്ടിട്ട് അനേകർ ആത്മരക്ഷ പ്രാപിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് ദൈവരാജ്യത്തിലേക്ക് പോകുന്ന ആ അനുഭവകാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്തിൻ്റെ അലിഞ്ഞു ചേരുന്ന അനുഭവത്തിൽ കണ്ണുകൾ നിറയുന്നത് കൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ യേശു എന്താ മറുപടി പറഞ്ഞത്? നീ എന്നോട് പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഇത്രയും മതിയോ യേശുവേ? ഇത്രയും മതിയോ? സകല ഹൃദയങ്ങളെയും വായിക്കുന്ന ദൈവം. സംഗീതനക്കാരൻ പറയുകയാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, എന്നെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു, എന്നെ ദ്രോണവരാന്ന് ഇതുവരെ ഒന്ന് ഗ്രഹിക്കുന്നു, നീ മുഴുവൻ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ലല്ലോ. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൻ്റെ കിടക്ക വിരിച്ചാൽ നിൻ്റെ കൈ എന്നെ കാണും, പിടിക്കും. ഉഷസിംഗൾ സമുദ്രത്തിൻ്റെ അറ്റത്തെ എന്ന് പാർക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും നിൻ്റെ കൈ എന്നെ പിടിക്കും. നിന്നെ മറിഞ്ഞ് ഞാൻ എവിടേക്ക് പോകും എന്നതുപോലെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ലോകത്തോടിത് പറയാൻ, ക്രൈസ്തവ സമൂഹത്തോടിത് പറയാൻ, അത് എല്ലാ ജനത്തോടും ഇത് അറിയിക്കുവാൻ ഞങ്ങൾക്ക് മതമില്ലല്ലോ. യേശുവിന് മതമില്ലല്ലോ. യേശുവിൻ്റേത് മതമല്ലല്ലോ. മറിച്ച് യേശുവിൻ്റേത് ആത്മരക്ഷയുടെ പാവനമായ മാർഗമല്ലേ? 10 രൂപ ചെലവില്ലാതെ, ഒരു ദൂരയാത്ര ചെയ്യേണ്ട ആവശ്യമില്ലാതെ യേശുവിന് മുമ്പിൽ വണങ്ങിയാൽ, അവനെ വിശ്വസിക്കുന്ന ഏറ്റു പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമല്ലേ ഇത്? അതുകൊണ്ട് പ്രിയരെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. ഇതല്ലോ യേശുവിൻ്റെ പ്രസ്താവനയുടെ ആദ്യ ഭാഗം. അത് നമുക്ക് പറയാം. അപ്പോൾ നീ എന്നോട് പർദീസയിലിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ കൊണ്ടുപോകണം എന്നല്ല അതിനർത്ഥം ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു ഒരു സഹോദരി അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ യേശു തടഞ്ഞിട്ട് പറഞ്ഞു, നീ എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. പിന്നെ അതാണ് പർദീസ. ആ പർദീസയിലാണ് ലാസർ പോയത് എന്ന് പറഞ്ഞാൽ വിശ്രമസ്ഥലം, റെസ്റ്റ് ഹൗസ്. എപ്പോഴാണത് ഇനി അവിടെ നിന്ന് മാറ്റപ്പെടുക? യേശുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ. ഏതാണ് പ്രത്യക്ഷത? സഭയെ ചേർക്കാൻ വരുന്ന പ്രത്യക്ഷത. ഒന്നാമത്തെ പ്രത്യക്ഷത പാപപരിഹാരത്തിന് വന്ന പ്രത്യക്ഷത. രണ്ടാമത്തെ പ്രത്യക്ഷത സഭയെ ചേർക്കാൻ വരുന്ന പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയിൽ
ഈ സ്ഥലത്ത് പ്രവേശിച്ച, ഈ വിശ്രമ സ്ഥലത്ത് പ്രവേശിച്ച, അഥവാ നീ ഞാനിവിടെ പർദീസയിൽ പ്രവേശിച്ച ആ പർദീസയിലുള്ള സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് ഉദ്ദേശം 4:16 പറയുന്നത്. അങ്ങോട്ടിപ്പോൾ പോകുന്നില്ല, പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാകട്ടെ. എന്താണ് ഞാൻ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ നിങ്ങൾ നോക്കുക, ഏത് ഈ കുറ്റവാളിയായ മനുഷ്യനെ നോക്കുക, അവൻ്റെ പ്രാർത്ഥന കേൾക്കുക, അവൻ്റെ ഏറ്റുപറച്ചിൽ നോക്കുക. നീ രാജ്യത്വം പ്രാപിക്കും, നീ മടങ്ങി വരും, എന്നെ കൈവിടരുതേ, എന്നെ കൈവിടരുതേ. അവൻ്റെ ഹൃദയപൂർവ്വമുള്ള പ്രാർത്ഥന, അവൻ്റെ ഹൃദയത്തെ മുഴുവനായി വായിച്ചറിയുന്ന കർത്താവ്. അവന് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യം സത്യമിട്ട് പറഞ്ഞു. സത്യമിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആണയിട്ട് പറഞ്ഞു. എന്തിനാണ് അതിൻ്റെ ആവശ്യം യേശുവിന്? അതെ, അവൻ അംഗീകരിക്കാനും വിശ്വസിക്കാനും പ്രയാസമാണ്. അവൻ്റെ മരണത്തിൻ്റെ സമയത്തേക്ക് വരുമ്പോൾ അവൻ ദുഃഖിക്കണ്ട, അയ്യം വിളിക്കണ്ട, നിലവിളിക്കണ്ട. മറിച്ച് ഞാൻ പ്രൊമോഷൻ കിട്ടുന്ന നാട്ടിലേക്കാണ് പോകുന്നത്. എന്താണ് പ്രൊമോഷൻ? എന്നോടെയുള്ള പർദീസ. യേശുവും അവനും ഒപ്പമുള്ള ഒരു യാത്ര ഒന്ന് മര്യാദയ്ക്ക് കണ്ടാൽ, കൃത്യമായിട്ടൊന്ന് കണ്ടാൽ, ഒന്ന് ഓർത്താൽ, ഒന്ന് ധ്യാനിച്ചാൽ എനിക്ക് ആ യാത്ര വേണം എന്ന് തോന്നുകയില്ലേ? നിങ്ങളിവിടെ ആരായിരുന്നാലും ദൈവത്തിൻ്റെ ഒറ്റ ശ്വാസം തിരിച്ചെടുത്താൽ 30 സെക്കൻഡ് കൊണ്ട് ഹൈദരാബാദിൽ പ്ലെയിൻ തകർന്നിട്ട് 241 പേർ സ്പോട്ടിൽ പോയതും, പ്ലെയിൻ വീണ് സ്ഥലത്തും ദേശത്തുണ്ടായിരുന്ന ആൾക്കാർ മരിച്ചതും, എല്ലാം കൂടെ 300 ചില്ലാനും ആൾക്കാർ 30 സെക്കൻഡിനകത്ത് മണ്ണടിഞ്ഞില്ലേ? ഉന്നതന്മാരുണ്ടായിരുന്നില്ലേ? ധാരാളം സൗകര്യമുള്ള പൈസക്കാരുണ്ടായിരുന്നില്ലേ? വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നില്ലേ? പൈലറ്റുമാരുണ്ടായിരുന്നില്ലേ? ആരെങ്കിലും ബാക്കി വന്നോ? ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, ഇവിടെ നടന്ന സംഭവത്തെപ്പറ്റി പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ മനുഷ്യസ്ഥിതി എന്ന് പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ സ്ഥിതി. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയരെ, പീലാത്തോസിനെ പോലെ നല്ല പിള്ള ചമയണ്ട, കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അതെ, അവന് ഞാൻ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വിചാരിക്കണം. പീലാത്തോസേ, താങ്കളത് പ്രാക്ടിക്കലാക്കിയോ? യേശു ആരാണെന്ന് മനസ്സിലായായിരുന്നു? പ്രാക്ടിക്കലാക്കിയോ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവന്നോ? യേശുവിന് വേണ്ടി പ്രതിജ്ഞ എടുത്തോ? യേശുവിന് വേണ്ടി തന്നെ കൊടുത്തോ? താങ്കളുടെ ധനവും വിദ്യാഭ്യാസവും അധികാരവും പദവികളൊന്നും യേശുവിന് മുമ്പിൽ വട്ടപൂജ്യമാണ്. പീലാത്തോസേ, വട്ടപൂജ്യമാണ്. സ്തോത്രം. അതൊന്നും അല്ല യേശുവിൻ്റെ നോട്ടം. അത് വേണമെന്നും വേണ്ടെന്നും അല്ല അവിടുത്തെ പ്രസ്താവന. അതല്ല, മറിച്ച് എന്താണത്? യേശുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവിടുത്തെ സെറ്റിൽമെൻറ്റ്, അത് ഇവിടുത്തെ സെക്കുലർ മേഖലകളിൽ ഒന്നുകൊണ്ടുമല്ല സാധ്യമാകുന്നത്. ഒന്നുകൊണ്ടുമല്ല. എനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലതാണ്. എനിക്കുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. പക്ഷേ അവിടെ ഒന്നും യേശു പ്രസാദിക്കത്തില്ല, ദൈവം പ്രസാദിക്കത്തില്ല. പിന്നെ എന്താണത്? എന്നെയാണ് യേശുവിന് ആവശ്യം. യേശു അന്വേഷിച്ച് വന്നത് എന്നെപ്പോലെയുള്ള മനുഷ്യരെയാണ് വന്നത്. പ്രോപ്പർട്ടി നോക്കി വന്നതല്ല, കറൻസിയിൽ കണ്ണുവെച്ച് വന്നതല്ല, തിളങ്ങുന്ന സ്വർണത്തിൽ കണ്ണുവെച്ച് വന്നതല്ല, വലിയ കൊട്ടാരമാകുന്ന ബംഗ്ലാവിനെ കണ്ണുവെച്ച് വന്നതല്ല, 1 കോടി രൂപയുടെ കാറിൻ്റെ ആ നിറം നോക്കി വലിപ്പം നോക്കി വന്നതല്ല. യേശു വന്നത് മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വന്നതാണ്. ആത്മരക്ഷയെ തള്ളിയ ശേഷം, അഥവാ സ്വീകരിക്കാതെ, അതിനെ പരിശോധിച്ച് നോക്കി ക്രമീകരണം വരുത്താതെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് യേശുവിലേക്ക് എത്തത്തില്ല. ആര് പറഞ്ഞാലും പ്രയോജനമില്ല. പറഞ്ഞ ആളുടെ മഹത്വവും വലിപ്പവും നോക്കണ്ട, പുസ്തകത്തിൻ്റെ വലിപ്പവും മഹത്വവും നോക്കിയാൽ മതി. പുസ്തകം അത് അംഗീകരിക്കുന്നില്ല. പുസ്തകം പറഞ്ഞത് മാനസാന്തരയോഗ്യമായ ഫലം കയ്പി. അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പോലും പറയരുത്. ഇനി പാരമ്പര്യം പറഞ്ഞ് നടക്കരുത്. ആ പാരമ്പര്യം പിതൃപാരമ്പര്യമാണ്. പൗലോസിലെ പാരമ്പര്യം വലിച്ചെറിഞ്ഞു. പത്രോസിലെ പിതൃപാരമ്പര്യം വേണ്ടെന്ന് പറഞ്ഞു, അത് വ്യർത്ഥമാണെന്ന് പറഞ്ഞു. എന്നിട്ടും പത്രോസിനെയും പൗലോസിനെയും പറയുന്നു എന്ന് തോന്നുന്നവരായ നമ്മൾ, അവർ പറഞ്ഞ ഒരു കാര്യം അംഗീകരിക്കാനും പ്രായോഗികമാക്കാനും കഴിയുന്നില്ലെങ്കിൽ ഈ സ്വയവഞ്ചന എത്ര ദൂരം കൊണ്ടു നടക്കും? സ്വയവഞ്ചന. ഈ വിശ്വാസത്തെക്കുറിച്ച് പത്രോസ് എഴുതിയത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്.
എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഇത് വിശ്വസിക്കുന്ന ഞാൻ എഴുതുന്നവർക്കും ഒരേ റാങ്കാ. സ്വതന്ത്രം. പ്രതിഫലത്തിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് കളക്ടറുടെ ശമ്പളവും ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ ശമ്പളവും ഒരുപോലെ അല്ലെങ്കിലും രണ്ടുപേരും സർക്കാരിൻ്റെ ആൾക്കാരാണ്. ഇതുപോലെ സ്വതന്ത്രം, ഇതുപോലെ ഈ യേശുവിന് മുമ്പിൽ വലിപ്പച്ചെറുപ്പമില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം, കഴിവും പ്രാപ്തിയും വ്യത്യസ്തങ്ങളാണെങ്കിലും ആത്മാവിൻ്റെ തൂക്കം ഒരുപോലാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ആവശ്യം ഒന്ന് തന്നെയാണ്. സ്ത്രീ എന്ന് വ്യത്യാസമില്ല, പുരുഷനെന്ന് വ്യത്യാസമില്ല, യഹൂദനെന്ന് വ്യത്യാസമില്ല, വിജാതനെന്ന് വ്യത്യാസമില്ല. നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാകേണ്ടവരല്ലോ. ഈ പുസ്തകത്തെ മാറ്റി വെച്ചിട്ട് ലോകത്തെ ഭരിക്കാൻ കഴിയത്തില്ലെന്ന് ലോകഭരണാധികാരിയായിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ പറഞ്ഞ പ്രസ്താവനയുടെ പത്രക്കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. സ്വതന്ത്രം. ആ പേര് മറന്നുപോയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്തൊക്കെ ചെയ്താലും സ്വതന്ത്രം, സാധു സംരക്ഷണ ഫണ്ടോ അഥവാ ചാരിറ്റി പ്രവർത്തനമോ അതുപോലെ ഒത്തിരി ദാനധർമ്മങ്ങളോ എല്ലാം ചെയ്താലും അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം പരിശോധിച്ച് നോക്കൂ. അവിടുത്തെ ഒരു മഹാനായ മനുഷ്യനെ ദൈവം അംഗീകരിച്ചു. ഭക്തനായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദാനധർമ്മം കൊടുക്കുന്നവനായിരുന്നു. പക്ഷേ അവനോട് പറഞ്ഞു, യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിന് മറുപടിയുള്ള ശിമോനെ വിളിപ്പിച്ചുകൊണ്ട് വരിക. ഇവനത് അതേപടി അംഗീകരിച്ചു. ദൈവഭയമുള്ളവൻ, ഭക്തനായവൻ, പ്രാർത്ഥിക്കുന്നവൻ, ദൈവാലോചന തിരിച്ചറിഞ്ഞു, ദൈവമാണ് പറയുന്നത് തിരിച്ചറിഞ്ഞു. പറഞ്ഞ കാര്യം അതേപടി അച്ചട്ടായിട്ട് അനുസരിച്ചു. പത്രോസ് വന്നിട്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടണം. കൊർന്നല്യോസ്, സമയമുള്ള പിന്നെ എപ്പോഴും ഞാൻ പറയാം. കൊർന്നല്യോസ് സ്വതന്ത്രം, ഇത്ര ഭക്തനും ശതാധിപനായി പട്ടാള കമാൻഡറായി ഇത്ര ഉന്നതനായിരിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പാവം പിടിച്ച പഴയ മുക്കുവനായിരുന്ന പത്രോസ് പറയാം, നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടണം. സ്വതന്ത്രം. അപ്പോസ്തലപ്രവൃത്തി 11:14 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? അപ്പോസ്തലപ്രവൃത്തി 11:14. നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ദൈവദൂതൻ പത്രോസിനോട് പറഞ്ഞു, ഈ കാര്യം നീ അവിടെ പറയണം. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് 10-11 അധ്യായം വായിച്ച് മനസ്സിലാക്കാം. നീ നിന്റെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടാനുള്ള വാക്കുകളെ പറയണം. ഈ ഭക്തി പോരാ, ഈ ദാനധർമ്മം പോരാ, ഈ ഇടപെടാതെയുള്ള പ്രാർത്ഥന മാത്രം പോരാ. നിന്റെ മേലുള്ള ആ പ്രമാണം നീ ചിട്ടയായിട്ട് അനുസരിക്കണം, അംഗീകരിക്കണം, വിധേയപ്പെടണം. നിന്റെ പദവിയൊക്കെ, ഇവിടത്തേക്കുള്ള പദവിയൊക്കെ അവിടെ ഇരിക്കട്ടെ, പദവിയൊന്നും ഞാൻ തടയുന്നില്ല. പക്ഷേ നീ എന്ത് ചെയ്യണം? നീ രക്ഷിക്കപ്പെടണം, നിന്റെ കുടുംബം രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടില്ലെങ്കിലോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൂടെ? എൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് വന്നു എന്നല്ലേ ദൂതം വന്ന് പറഞ്ഞത്? പ്രാർത്ഥന അങ്ങോട്ട് വന്നപ്പോൾ ഉത്തരം ഇങ്ങോട്ട് വന്നു എന്നല്ലേ മറുപടി? ഇതൊക്കെ ശരി. രക്ഷിക്കപ്പെട്ടോ? അതെന്നാന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാൽ സാറേ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകമുള്ളൂ സാറേ, നരകം. ഈ കൊടുത്തതും ചെയ്തതൊന്നും അവിടെയില്ല. രക്ഷിക്കപ്പെട്ടാൽ അവിടെ മുതൽ സാറ് ചെയ്ത ഓരോ കാര്യവും പ്രതിഫലത്തിന് അവിടെയുണ്ട് സാറേ. പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്ഥലത്ത്, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത സ്ഥലത്ത്, തീർന്നു പോകാത്ത നിക്ഷേപം അവിടെയുണ്ട് സാറേ. പഴകി പോകാത്ത മടിശീലയാണ് സാറേ അത് കള്ളം കടക്കത്തില്ല അതിനകത്ത്. അതുകൊണ്ടാണെന്നേ ഞങ്ങൾ ഈ 83-ാമത്തെ വയസ്സിലേക്ക് വരുമ്പോഴും ചെയ്യുന്ന പണിയെ എല്ലാ പ്രയത്നവും കഴിച്ച് സകല ത്യാഗവും സഹിച്ച് നിങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടി ഒരു വശത്തെ കുറ്റവാളിയായിരുന്ന, പൊതുജനം പറയുന്ന പോലെ കള്ളൻ ആയിരുന്ന അവനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്ത് കൊള്ളണമേ. നീ ഇന്ന് എന്നോട് പർദീസയിലിരിക്കും,
യേശു പോയപ്പോൾ, ആത്മാവ് യേശുവിൽ നിന്ന് വിട്ടു പിരിഞ്ഞപ്പോൾ യേശുവിൻ്റെ ബോഡി കല്ലറയ്ക്കകത്തേക്ക്, ഈ പ്രിയപ്പെട്ടവൻ്റെ ബോഡി എവിടെയാണെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവൻ്റെ ആത്മാവിനെയും കൂട്ടിക്കൊണ്ട് യേശു അങ്ങ് പോയി. ഈ ഒരു വശത്തെ കുറ്റവാളിയായിരിക്കുന്നവൻ്റെ ആത്മാവിനെയും കൂട്ടിക്കൊണ്ട് യേശു പർദീസയിലേക്ക് പോയി. അവൻ്റെ ആത്മാവ് അവിടെയുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അവിടെ നിന്ന് യേശു ഇങ്ങോട്ട് വന്ന് ആ പഴയ ശരീരത്തിൽ പ്രവേശിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ ശരീരത്തോടു കൂടെ, അത് ദ്രവത്വം കാണാത്ത ശരീരമായതുകൊണ്ട് ആ ശരീരത്തോടു കൂടെ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു. ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വല്ല ചിലവുണ്ടോ? ഇത്തിരി നേരം ഒന്ന് മുമ്പിൽ ഇരുന്നാൽ പോരെ, ഇത്തിരി നേരം ഒന്ന് മനസ്സിൽ വെച്ചാൽ പോരെ, ഇത്തിരി നേരം ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ഇത്തിരി നേരം ദൈവത്തെ സ്തുതിച്ചാൽ പോരെ. ഇത്രയൊക്കെ കിട്ടിയിട്ട് നമ്മളിതൊന്നും അംഗീകരിക്കില്ലല്ലോ. എനിക്ക് വരുന്ന ഫോൺ കോളിൻ്റെ കാര്യം ആലോചിച്ചാൽ അത് പറയാൻ എനിക്ക് നാണക്കേടാവിടെ, ഞാൻ പറയുന്നില്ല, പറയാൻ പാടില്ലാത്തതുകൊണ്ടും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ തൃപ്തിക്ക് മുഖാന്തരമാകട്ടെ. പുതിയ വർഷത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക്, പ്രതിഷ്ഠയിലേക്ക്, പ്രതിജ്ഞയിലേക്ക്, ഒരു സറണ്ടറിങ്ങിലേക്ക്, ദൈവമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് കടക്കുവാൻ, ദൈവനിയമത്തിലേക്ക് കടക്കുവാൻ മുഖാന്തരമാകട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ച് ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പകൽവേളയിൽ കർത്താവേ, ഇപ്രകാരം ഒരിക്കൽ കൂടെ ലോകത്തിൻ്റെ മുമ്പിൽ, മലയാളികളുടെ മുമ്പിൽ അങ്ങയെ പരിചയപ്പെടുത്തുവാൻ, അതേ കർത്താവെ, അങ്ങയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ, ദൈവരാജ്യവും നരകരാജ്യവും തൊട്ട് കാണിക്കുവാൻ, യേശുവിനെ ദുഷിക്കുന്നവനെയും യേശുവിനെ അംഗീകരിക്കുന്നവനെയും ചൂണ്ടിക്കാണിക്കുവാൻ, 3 പേരുടെ അന്ത്യയാത്രയിലെ മൊഴികൾ വേറിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, വെളിപ്പെടുത്തുവാൻ അടിയന് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ നല്ല വിഷയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പരിധിക്കകത്ത് ഇത് ചെയ്ത് തിരുനാമത്തിന് മഹത്വമാകട്ടെ. കർത്താവെ, മഹത്വമാകട്ടെ. ഇത് കേട്ട ഒരാൾ പോലും യേശുവിനെ ദുഷിച്ച കള്ളനൊപ്പം അഗ്നിതടാകത്തിൽ പോകാനിട വരല്ലേ കർത്താവെ. ആ കുറ്റവാളിയെ പോലെ ഭക്തി ചമഞ്ഞ് ആരും ജീവിതയാത്ര നശിപ്പിക്കാൻ ഇടയാകല്ലേ കർത്താവെ. അവരെ ആകമാനം ആകർഷിച്ച് ആണെന്ന പ്രതീക്ഷയിലാകുന്ന രക്ഷയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ. പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ എപ്പിസോഡ് മുമ്പ് ഞങ്ങൾ പറഞ്ഞതുപോലെ ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ സദ്വർത്തമാനം കർത്താവെ, സന്തോഷ സന്ദേശം ഞങ്ങളുടെ മക്കളെ ഗ്രഹിപ്പിക്കണമേ. അവരുടെ മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ എല്ലാറ്റിനും മേലും ഈ സമയത്തൊരു കാറ്റയക്കണമേ. ഇവരുടെ ശരീരത്തിൽ പാദമുന്നൃക വരെ സെല്ലുകൾ, പേശികൾ, കോശങ്ങൾ, ഞരമ്പുകൾ, അസ്ഥികൾ, സ്കിന്ന്, ബ്ലഡ്, ലിവർ എല്ലാം ഇപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനാൽ, ദൈവവചനമാകുന്ന ശക്തിയാൽ, ആ പവർ ഉപയോഗിച്ച് ഞാൻ അവരെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ, അങ്ങനെ സാധ്യമാകട്ടെ, അങ്ങനെ ഉണ്ടാകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്ന ഈ പുതിയ വർഷം, ഈ പുതിയ സന്ദേശമായിട്ട്, ഇവർക്കൊരു അനുഭവമായിട്ട്, ഓർമ്മയ്ക്കായിട്ട് നീ അവരെ നിലനിർത്തണമേ. അവരെ അനുഗ്രഹിക്കണമേ. വീണ്ടും വരുന്ന വിശുദ്ധരെ ചേർക്കാൻ വീണ്ടും വരുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾക്കായി പ്രാർത്ഥിപ്പി.